ആരാണ് നല്ല സുഹൃത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടുള്ളൂ. പലപ്പോഴും നമ്മളുടെ ഭയം കൊണ്ട് ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാനുള്ള, ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യാനുള്ള, ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാനുള്ള, ഒറ്റയ്ക്കായി പോകുമോ എന്ന ഭയത്തിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ അപ്പോഴത്തെ അവസ്ഥയിൽ അവർ നമ്മളുടെ കൂടെ നിൽക്കും എന്ന് ആവർത്തിച്ച് പറയും. എന്തു വന്നാലും ഉപേക്ഷിച്ച് പോയില്ല എന്ന് ആവർത്തിച്ചേക്കും. നമ്മുടെ കൂടെ തമാശകൾ പറയും, നമ്മുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യും, നമ്മുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ സംസാരിക്കും. ഇതെല്ലാം ഓക്കെ ആയിരിക്കും. നമ്മൾ വളരെ പോളിഷ്ഡായിട്ട് അതിനെ ശ്രദ്ധിച്ച് കണ്ടീഷണലായിട്ട് നമ്മൾ സ്നേഹിച്ചാൽ അവരും സ്നേഹിക്കും, നമ്മൾ നന്നായിട്ട് പെരുമാറിയാൽ അവരും നന്നായിട്ട് പെരുമാറും. അങ്ങനെ കണ്ടീഷണലായിട്ട് പോകുന്നിടത്തോളം അത് വളരെ സുഖകരമായിരിക്കും. എന്നാൽ എപ്പോഴെങ്കിലും നമുക്ക് ഹാർഡായിട്ടുള്ള ഒരു ട്രൂത്ത് റിവീൽ ചെയ്യാൻ പറ്റുമ്പോൾ അതോടുകൂടി നമ്മൾ അവർക്ക് ടോക്സിക് ആവും. എല്ലാ വാഗ്ദാനങ്ങളും മറന്ന് അവർ വിട്ടുപോകും. നമുക്കത് എത്ര ഫീൽ ചെയ്യും, എത്ര മുറിവേൽപ്പിക്കും, അതൊന്നും അവർക്കൊരു വിഷയമായിരിക്കില്ല. ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ നല്ലപോലെ ഒബ്സർവ് ചെയ്ത് നമ്മളോട് ഏത് അവസരത്തിലും നമ്മൾ വീണു പോകുമെന്ന് തോന്നുന്ന സമയത്ത് മറ്റാർക്ക് മനസ്സിലാകുന്നതിന് മുന്നേ നമ്മളെ താങ്ങും വിധം കരുത്തുള്ള ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യണം. അതൊരു ലോങ് പ്രോസസ്സാണ്. എങ്കിലും അതുവരെ നമ്മൾ മിററിൽ കാണുമ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ അതുമാത്രം എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ വിട്ടുപോയില്ല. നമ്മൾ നമ്മളെ താങ്ങി നിർത്തുന്നിടത്തോളം, നമ്മൾ നമ്മളെ കെയർ ചെയ്യുന്നിടത്തോളം, നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടായി നമ്മളിരിക്കുന്നിടത്തോളം, നമ്മുടെ മുറിവുകളിൽ നമ്മെ ആശ്വസിപ്പിക്കാനുള്ള മനസ്സ് നമുക്കുള്ളിടത്തോളം മറ്റൊരാളെ ആശ്രയിക്കുന്നത് നിർത്തിയിട്ട് സ്വയം ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലേക്ക്, ജീവിതത്തിൻ്റെ വിജയങ്ങളിലേക്ക് തളർന്നു പോകാതെ മുന്നേറാം.